നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇറ്റാലിയൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്തേക്ക്, ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇതിഹാസ താരത്തെ എത്തിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, ലൂസിയാനോ സ്പല്ലേറ്റിയെ പറഞ്ഞു വിട്ടു. പകരം ആര് എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. ഈ ഘട്ടത്തിലാണ് ഗന്നാരോ ഗറ്റൂസോയെ അവർ കോച്ചാക്കാൻ ശ്രമിക്കുന്നു. ഏതാണ്ട് കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞു എന്ന റിപ്പോർട്ട് ഇറ്റാലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഫബ്രീസിയോ പറയുന്നത്, ഗന്നാരോ ഗറ്റൂസോ ഓൺ ദി വെർജ് ഓഫ് ബിക്കമിങ് ന്യൂ ഇറ്റലി ഹെഡ് കോച്ച് വിത്ത് എഗ്രിമെൻറ്റ് ഡ്യൂ ടു ബി ഫൈനലൈസ്ഡ് ഇൻ ദി നെക്സ്റ്റ് ഡേയ്സ്. വരും ദിവസങ്ങളിൽ എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യപ്പെടും. അങ്ങനെ ഇറ്റലിയുടെ ഹെഡ് കോച്ചായിട്ട് മാറുന്നതിൻ്റെ തൊട്ടരികിലാണ് ഗന്നാരോ ഗറ്റൂസോ ഉള്ളത്. ഫൈനൽ ഡീറ്റെയിൽസ് ഇനി തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഡൺ ഡീലാകും എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗറ്റൂസോ നമുക്കറിയാം, അവരുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മധ്യനിര താരങ്ങളിൽ ഒരാളായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ആ പോരാട്ട വീര്യവും അതൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. എല്ലാവരുടെയും പോയി ഫൈറ്റ് ചെയ്യുന്ന ആ ഗന്നാരോ ഗറ്റൂസോ, അത് കഴിഞ്ഞ് ഇറ്റലിക്ക് വേണ്ടി 73 അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് അദ്ദേഹം കോച്ചിൻ്റെ ജോബ് ഏറ്റെടുത്തപ്പോൾ പല ക്ലബ്ബുകളെയും അദ്ദേഹം പരിശീലിപ്പിച്ചു. വമ്പൻ ക്ലബ്ബുകളെ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. AC മിലാനെ, നാപ്പോളിയെ, വലൻസിയയെ, മാഴ്സയെ ഒക്കെ പരിശീലിപ്പിച്ച് വന്ന കോച്ച് ഇതാ ഒടുവിൽ ഇപ്പോൾ ഇറ്റലിയുടെ ദേശീയ ടീമിൻ്റെ കോച്ചായി മാറാൻ പോകുന്നു. അതേസമയം ലൂസിയാനോ സ്പല്ലേറ്റി അവരുടെ കോച്ചായിരുന്നു. അദ്ദേഹത്തെ സാക്ക് ചെയ്തല്ലോ. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ അൽ നസർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്കറിയാം, അൽ നസറിൻ്റെ കോച്ച് സ്റ്റെഫാനോ പിയോലി അവിടെ വിടുകയാണ്. ഫെറന്റിനയുടെ ഹെഡ് കോച്ചായി പോകാൻ പോവുകയാണ്. പകരം സ്പല്ലേറ്റി എത്തിയേക്കും, മറ്റൊരു ഇറ്റാലിയൻ കോച്ച് എത്തിയേക്കും എന്ന വാർത്ത സൗദി അറേബ്യൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.